ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ചായക്ക് വെള്ളം വെച്ചു, ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പാല് കാച്ചാൻ വെച്ച് അതിന് ശേഷം ഞാൻ പിന്നെ പുട്ട് പൊടിച്ച്, ഇന്നലെ ഇഷ്ടംപോലെ പഴം ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെ തീർക്കണ്ടേ, അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ ഒത്തിരി കുഴഞ്ഞ മാവുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരിച്ച് ഡ്രൈ പൗഡർ ഇട്ട് പൾസ് ചെയ്തെടുക്കും. അപ്പം പൾസ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ പൗഡർ ഇടും. അഥവാ സമയം ഇപ്പം ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ഇച്ചിരി ഈ കുഴഞ്ഞ മാവിടും. അങ്ങനെ എല്ലാം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒത്തിരി അങ്ങ് വെള്ളം പോലെ കുഴച്ചതിൻ്റെ അകത്താണ് ഉപ്പിട്ട് മിക്സ് ചെയ്തത്. പക്ഷേ പോൾമോൻ കഴിച്ചിട്ട് പോയില്ല, അവന് കോളേജിൽ പോകേണ്ടതായതുകൊണ്ട് ഞാൻ എങ്ങനെയും അവനോട് ഒരു 3-4 പഴം ഇട്ടാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ രാവിലെ കോളേജിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരാരും ഒന്നും കഴിച്ചില്ല. ഇപ്പം ഞാൻ പൊടിയെല്ലാം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചായ ഇവിടെ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ചായയും കൂടെ ഒന്ന് ഓഫാക്കി അവിടെ അടച്ചിടുവാണ്. ഇച്ചിരി ഒന്ന് കൈ ഒതുങ്ങിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഒട്ടും സമയം കിട്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയാണ്. ഇപ്പോൾ പുട്ട് ഇവർക്ക് കൊടുത്തു വിടാക്കത്തില്ലേ, അതുകൊണ്ട് അവർക്ക് ടിഫിൻ കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച്, ചിക്കൻ പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ടോസ്റ്ററിൽ വെച്ച് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ പുട്ടിന് തേങ്ങ തിരുമ്മിയതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും പഴം ഉണ്ടല്ലോ, പിന്നെ തേങ്ങയും കൂടെ എന്തിനാണ് ഇടുന്നതെന്നും പറഞ്ഞു. അപ്പോൾ റേച്ചാന് പഴം വേണ്ട, റേച്ചാൻ ഈ സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു. പുട്ട് വേണ്ട, ഈ സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു. ഇപ്പം റേച്ചാൻ കഴിക്കുമായിരുന്നെങ്കിൽ പിന്നെ തേങ്ങ ചേർത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ സാൻഡ്വിച്ചാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഈ സവാളയുടെ ഈ മുകൾ ഭാഗം ഞാൻ എടുക്കുന്നില്ല, അത് ഇത്തിരി കട്ടിയായതുകൊണ്ട് അത് ബ്രെഡിൽ വെക്കാൻ എടുക്കുന്നില്ല. അപ്പോൾ പ്രൈസിന് ഞാൻ ഒരെണ്ണത്തിൽ ചിക്കൻ പാറ്റീസും വെച്ച്, ഒരെണ്ണം ഞാൻ ചീസ് മാത്രം വെച്ച് കൊടുത്തു. കാരണം അവൻ്റെ ഫ്രണ്ട്സുകൾ ചിലരിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഇവനങ്ങ് പേടി, ആ കൊച്ചുങ്ങളെടുത്ത് തിന്നാലും ഇവന് പേടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാനൊരു ചീസിൻ്റെ തരാം, അതിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ടോസ്റ്ററിൻ്റെ അകത്ത് ഓയിലൊന്നും തേക്കാറില്ല, പക്ഷേ ഇന്ന് ഇച്ചിരി ഓയിൽ തേച്ചിട്ടാണ് അത് വെച്ചത്. അപ്പോൾ അവരുടെ ടിഫിനൊക്കെ റെഡിയായി. 3 എണ്ണം ഉണ്ടാക്കിയത്, പിന്നെ ഉണ്ടാക്കി. ഞാനിതിപ്പം 3 എണ്ണം വെച്ചിട്ട് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കൊച്ചു പാല് വന്നോന്ന് നോക്കാൻ പോയി നോക്കിയാണെങ്കിൽ പാല് വന്നില്ല. അവൻ ഇങ്ങോട്ട് തിരിയാൻ നേരം അങ്കിള് വന്നു. അപ്പോൾ ഇന്ന് 1/2 ലിറ്ററേ വാങ്ങിച്ചുള്ളൂ. കാരണം ഇന്നലെ വൈകിട്ട് ഇവർക്കൊക്കെ, കാരണം സൺഡേ, ഇതിപ്പം മണ്ടേലത്തെ വീഡിയോയാണ്, സൺഡേയിൽ ഇവർക്ക് വെളിയിൽ നിന്ന് നൂഡിൽസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ വൈകിട്ട് കോഫിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ പാല് ഇരുന്ന് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ തബേലയിൽ നിന്ന് വാങ്ങിക്കുന്ന, ഈ ഫാമിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാകുമ്പോൾ അധികം കവർ പാൽ പോലെ 3-4 ദിവസമൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ 1/2 കവർ പാല് മതി, അതുകൊണ്ട് ഇന്ന് 1/2 കവർ പാലേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഞാനിന്ന് പുട്ടുണ്ടാക്കട്ടെ. ഞാൻ തേങ്ങ ചേർത്തേ, തേങ്ങയുടെ ക്ഷാമം കൊണ്ടായ കഴിഞ്ഞ ദിവസവും വാങ്ങിച്ചുകൊണ്ട് തേങ്ങ ഇല്ല, കടയിൽ വിളിച്ചിട്ട് ചോദിച്ചിട്ട് കിട്ടുന്നുമില്ല. ജിയോ മാർട്ടിൽ കഴിഞ്ഞ ദിവസം ആദ്യം ഈ ഞങ്ങളുടെ സൈഡിലോട്ട് നോക്കിയുണ്ടെങ്കിൽ കിട്ടിയില്ല, തേങ്ങ ഇല്ല ആയിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ റേച്ചാൻ്റെ ഓഫീസിൽ ആ സൈഡിലോട്ട് നോക്കിയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു. അതും കുഞ്ഞൊരു തേങ്ങ 55 രൂപ. പിന്നെ കടയിൽ നിന്ന് പിറ്റേ ദിവസം ഞാൻ വാങ്ങിച്ചോണ്ടേ 45, ചെറുതായിരുന്നു പക്ഷേ 45. രാവിലെ ഇത് കേൾക്കാൻ തന്നെ ഒരു സുഖമല്ലേ. ഞാൻ അടുക്കളയിൽ നിന്ന് പകുതി ജോലി കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പം മണി 6:10.
പകുതി എന്ന് വെച്ചാൽ കൊച്ചിന് ടിഫിൻ റെഡിയാക്കി, പുട്ട് റെഡിയാക്കി, എല്ലാം റെഡിയാക്കി. ഇപ്പം ബ്രേസൻ ബായി പറയാൻ വന്നതാ. അപ്പം രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ എടുത്തത്. ഇവിടെ പപ്പായും മോനൂടെ പോവാം. റീച്ചാൻ അവനെ വണ്ടിയിലങ്ങ് വിടും അങ്ങോട്ട്. ഡാഡി പറഞ്ഞു ഫാനും ലൈറ്റും, പിന്നെ ഇവിടുത്തെ ഫാനും ലൈറ്റും നിർത്തിയിട്ട് പോകാൻ. അതാ ലൈറ്റ് നിർത്തിയത്. ബൈ ബൈ. പൗഡറിൻ്റെ ബോട്ടിലാണേ. അപ്പം അതിൻ്റെ ഈ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഇളക്കുവാ ഞാൻ. ഇന്നലെ രാത്രി മൊത്തം വെള്ളത്തിൽ കുതുക്കാനിട്ടിരുന്നതാണ്. എന്നിട്ട് ഇനി ഈ പിച്ചാത്തിയും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് ഇളകും. അല്ലാതെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. എനിക്കിങ്ങനെ ഈ സ്റ്റിക്കർ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുവാണെങ്കിലേ കാണാനായിട്ട് ഈ സ്റ്റിക്കർ ഇല്ലാത്തതല്ലേ നല്ലത്. എനിക്കിപ്പോൾ ഇങ്ങനെ ഇളക്കി തരും. ഇന്നലെ മൊത്തം ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നു. പൊളിച്ചെടുത്ത് വേണ്ട ടങ് ടങ് റെഡി. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കും, എൻ്റെ ചേച്ചി ഇത്രയും ഒരു ചെറിയ ബോട്ടിലല്ലേ, എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നേ, പുതിയത് വാങ്ങിച്ചൂടേന്ന്. എനിക്ക് ആ ബോട്ടിൽ ഈ കോഫി പൗഡർ വരുന്നതാണ് കേട്ടോ. എനിക്ക് ആ ബോട്ടിൽ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണ്. പിന്നെ കുപ്പിയുടെ ആയതുകൊണ്ട് എനിക്ക് കളയാനും തോന്നിയില്ല. പിന്നെ ഈ ഏലക്കയോ ഗ്രാമ്പോ അങ്ങനെയുള്ള കൊച്ചു കൊച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ. നല്ല അടപ്പൊക്കെ നല്ല ടൈറ്റുമാണ്. അതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചോ, നോ പ്രോബ്ലം. ഞാനത് കഴുകിയെടുക്കും അങ്ങനെ. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുത്തു. പറയിച്ചാൽ ഇന്നലെ നേരത്തെ കുറച്ച് ടൊമാറ്റോയും ഉണ്ടായിരുന്നു. ഇന്നലെ പുതിയത് കുറച്ച് കൊണ്ടുവന്ന്. അപ്പം ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ഇന്നിപ്പം ഞായറാഴ്ചത്തെ വീഡിയോ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഞായറാഴ്ചത്തേൽ ഞാൻ പറയുന്നതിന് മുമ്പിട്ട് തിങ്കളാഴ്ചത്തെ ഇട്ടെ. ഇതിപ്പം സൺഡേ കൊണ്ടുവന്ന പച്ചക്കറിയാണ്. കുറച്ച് ഇന്നലെയും കൊണ്ടുവന്ന് കുറച്ച് ടൊമാറ്റോ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇത് കുഞ്ഞ് ടൊമാറ്റോയാ, ഇത് കിടന്നാലേ അത് പിന്നെ പന്നലാവും പെട്ടെന്ന്, കണ്ടാൽ നമുക്കറിയാം. ഇന്നലെ കൊണ്ടുവന്നപ്പോഴേ വെള്ളമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഇത്തിരി ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മണ്ട ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അതങ്ങ് ടൊമാറ്റോ ചട്നി വയ്ക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ മോടവശമൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള സവാളയും കൂടെ ഞാൻ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് പോയി. അപ്പം ഈ ടൊമാറ്റോ അരിഞ്ഞെടുക്കട്ടെ. അപ്പം വരുമ്പോഴത്തേക്കിന് അതൊന്ന് സോഫ്റ്റായിട്ടൊക്കെ തൊലിയൊക്കെ ഇളക്കാൻ പറ്റും. പിന്നെ പച്ചമുളകൊക്കെ ഞാനിങ്ങനെ കഴുകി വെച്ചേക്കുക, പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ. അന്നേരം അത് പെട്ടെന്ന് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ടൊമാറ്റോ ഇവിടെ ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് അത് ഇട്ടിട്ടിങ്ങനെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. അതവിടെ കിടന്നായിക്കോളും. ടൊമാറ്റോ ഇവിടെ പൂൾമോന് ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടം. ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. ഇതുങ്ങളുടെയൊക്കെ സ്വഭാവം അങ്ങനെ. അപ്പം ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട്, കാരണം ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, അതുകൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇച്ചിരി ചേർത്തു. അതുകൊണ്ട് ഇച്ചിരി മസാലയൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് പോളിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പം ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ജോലികൾ ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങത്തും ഇല്ല. പിന്നെ തുണി കഴുകാനിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വിരിക്കണം എല്ലാം. കാരണം അവൻ വരുമ്പോൾ ഒരു സമയമാവും. അപ്പോൾ ഈ മീനെന്ന് പറയുന്നത് റീച്ചാൻ ഡാഡിയുടെ മുടി വെട്ടാനായിട്ട് ഡാഡിയേയും കൊണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഈ ചരുവം തലയെ വെച്ചുകൊണ്ടൊരു പുള്ളിക്കാരൻ പോകുന്നത്. അന്നേരം എന്നോട് അവിടെ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു, 200 രൂപയ്ക്ക് ഇത്ര മീനുണ്ട്, എനിക്കൊന്ന് 10-12 ആയിരുന്നു തോന്നുന്നു, വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വാങ്ങിയിരുന്ന് പറഞ്ഞു. അല്ല 100-6. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കഴിച്ചാൽ 200 വാങ്ങിച്ചു. എന്നിട്ട് റീച്ചാൻ ഡാഡിയും കൊണ്ട് വന്നിട്ടുണ്ട്. റീച്ചാൻ്റെ മീനൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ എന്തിനാ റീച്ചാൻ മീൻ? അതെ, ഞാൻ പുള്ളിക്കാരനെ അടുത്ത് വെച്ച് അന്നേരം ആദ്യം റീച്ചാൻ്റെ ഫോൺ വന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോഴത്തേനും കട്ടായി. പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചുണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിയിരുന്ന് പറഞ്ഞു. വന്നുണ്ടെങ്കിൽ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ നല്ലതല്ലായിരുന്നു, വാങ്ങിക്കാൻ എന്താന്ന്. അന്നേരം പറഞ്ഞ് ഡാഡിയും കൊണ്ട് പിന്നെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ നിർത്തി ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുത്ത് വെച്ചാണ് നിന്നെ ഫോൺ ചെയ്തേ, പിന്നെ നീ എടുക്കാഞ്ഞത് കൊണ്ട് അവർ വണ്ടിയും വെട്ടിക്ക് പോരുന്നു, അയാളങ്ങ് പോയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു, ഒരു നഷ്ടവും ഇല്ലായിരുന്നു. അപ്പോൾ വണ്ടിക്കാരൻ്റെ അന്ന് വാങ്ങിച്ചാണ്. ഞാനന്നേരം തൂക്കി നോക്കിയോണ്ടേ 1 കിലോ 100 ഗ്രാമുണ്ട്. പുള്ളി അങ്ങാടെ നിന്ന് 100 രൂപയ്ക്കൊന്ന് വാങ്ങിച്ചോണ്ടേ 350 രൂപയായിരിക്കും. ഇതിപ്പം 200 രൂപ. രാവിലെ പുട്ട് തിന്നിട്ടായിരിക്കും ഭയങ്കര ദാഹം.
കുടിക്കാൻ വെള്ളം വെക്കട്ടെ. ഇന്നലെ രാത്രി തിളപ്പിച്ചായിരുന്നു. ഇപ്പം അത് ക്യാൻ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെക്കും. മീനൊക്കെ ഞാൻ വെട്ടിയെടുത്തു. അതിൽ നിന്നൊരു 3-4 എണ്ണം വറക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മസാല ഒന്ന് ഇതാക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് വറക്കുന്നില്ല, മസാല പുരട്ടി വെക്കുന്നേ ഉള്ളൂ. ഇത് കറി ഉണ്ടല്ലേ. പാല് കാച്ചി വെച്ചിട്ട് ഇന്ന് ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാൻ ഓർക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും. ഇതിൽ അരക്കവറ് ഒരുമിച്ച് കാച്ചിട്ട് കുറച്ചെടുത്ത് വൈകിട്ട് വേണമല്ലോ അരക്കവർ. എന്നിട്ട് കുറച്ചെടുത്ത് ഒഴിക്കാനും ബാക്കി എരുമപ്പാലാണ്, നല്ല നെയ്യുള്ളതാണ്. ലിറ്റർ 75 രൂപ. അപ്പോൾ ഇന്നലെ എടുക്കാഞ്ഞതുകൊണ്ട് പാല് അരക്കവർ അധികം വന്നു. അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് കാച്ചിട്ട് അരക്കവർ എടുത്ത് ഒഴിക്കാനും അരക്കവർ വൈകിട്ടത്തേക്കിനും. അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇച്ചിരി ആ പാട എടുക്കാൻ വേണ്ടിയാണ്. ഓർക്കുന്ന സമയത്ത് ഞാൻ എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ടൊമാറ്റോയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയായി. കഴിച്ചാൽ ഇന്നലെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പം മുറിച്ച് ഒന്ന് പുഴുങ്ങിയിട്ട്, നമ്മൾ ഈ കപ്പ പുഴുങ്ങുന്നത് പോലെ മീൻകറി ഉണ്ടല്ലേ, ചോറിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് തിന്നാനാണ്. അപ്പം ഞാൻ ഇങ്ങനെ തൊലിയോടിട്ടാൽ ഇവിടെ ആരും കഴിക്കാറില്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെ തൊലിയോടാണ് ഇട്ടത്. അഥവാ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ഞാൻ മൊത്തം എടുത്തില്ല, ഒരു കുഞ്ഞ് കിഴങ്ങെടുത്തതേ ഉള്ളൂ. നമ്മൾ ഈ കപ്പ ഇട്ടിളക്കി കഴിക്കത്തില്ലേ, എനിക്ക് കപ്പയാണെങ്കിലും ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം. പൊഴുമോനൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാൽ അവർക്ക് കപ്പ മാത്രമായിട്ട് തിന്നുന്നത്. ചിലർക്ക് അങ്ങനെ ഇഷ്ടം, കപ്പയും കറിയും കൂടെ കഴിക്കും, പിന്നെ വേണമെങ്കിൽ ചോറ് കഴിക്കും. എനിക്ക് ചോറിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഇട്ട് ഇളക്കി കഴിക്കുന്ന ഇഷ്ടം. ഇവിടെ ഇപ്പോൾ ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പ്രൈസമോൻ ഒരു ഇച്ചിരി ചുമയും ഇടയ്ക്ക് ഇച്ചിരി നല്ല ചൂടുമുണ്ട്. അങ്ങനെ മരുന്ന് ഞാൻ വാങ്ങിച്ച് കൊടുത്തു. എന്നിട്ട് അവർ താഴെ ഈ പിള്ളേരുടെ സൗണ്ട്, പിള്ളേർ കളിക്കുന്ന സൗണ്ട് കേട്ടോ നിങ്ങൾ, അവർ ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ താഴെ പോകണം. അവൻ പറയുക, ഇതുങ്ങൾക്ക് വയ്യ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഞാനിപ്പോൾ അവന് ഭയങ്കര കണ്ടിന്യൂസ് ചുമ വന്ന് ഞാൻ നെബുലൈസേഷൻ കൊടുത്തിട്ടിരിക്കുക. ഞാൻ താഴെ പോട്ടെ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് പള്ളെന്ന് പറഞ്ഞു എന്നെ വിടത്തില്ല, എൻ്റെ വയറ് കുറയണമെങ്കിൽ ഞാൻ താഴെ പോയാൽ ഒക്കത്തില്ല, അന്ന് നല്ല ഒക്കത്തുള്ളതെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് താണ്ട വരുന്നുണ്ട് പന്നി. അങ്ങനെ ഇരിക്കുക, വയറ് കുറയണോടാ അതിൻ്റെ. അപ്പം ഞാൻ മീൻ ചിലത് തലയും വാലുവായിട്ട് മുറിച്ചു, ചിലത് കുഞ്ഞതാണെങ്കിൽ അതുപോലെ അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പം മീനൊക്കെ പറക്കിയിട്ട് ഇനി അതൊന്ന് വറ്റി വരട്ടെ. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയാവും. എന്നിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടുമേ. അറിയാത്ത ആരെയിലുണ്ടെങ്കിൽ അടയ്ക്കുന്നുണ്ടേ പകുതി അടച്ചാൽ മതിയേ, മൊത്തത്തിൽ അടയ്ക്കരുത്. കുറേ നാളായില്ലേ തുണി വിരിക്കുന്നത് കണ്ടിട്ട്. ഇല്ലേ നമുക്ക് തുണി വിരിക്കാം. ഞാൻ 1-2 എണ്ണം വിരിച്ച് അത് കഴിഞ്ഞാൽ ഓർത്തത്. അപ്പോൾ മീൻകറിയൊക്കെ വറ്റി വന്നായിരുന്നു. ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയും കാണിക്കുന്ന വീഡിയോ ഞങ്ങൾ സൺഡേ പ്രെയർ കഴിഞ്ഞിട്ട് ഈ 99 റുപ്പീസ് ഇന്നാളി വാങ്ങിച്ച സാധനങ്ങൾ 99 റുപ്പീസ് എന്ന് എഴുതിയാലും അവിടെ 100, 150 ഒക്കെ അങ്ങനെയുള്ള ഉണ്ട്. അപ്പോൾ അവിടെ കയറിയ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ പോയത് ഞാൻ പറയാം. എത്ര എഴുതിയേക്കുന്നത്? എത്ര? 100? ഇത് ഇന്നാളി എത്ര ആയിരുന്നു ഈ ടൈപ്പ് ഞാൻ എടുത്തുകൊണ്ട് പോയത്? ഇത് വേറെ റൗണ്ടാ. അല്ല അതല്ല, അതും ഇല്ല, ആ ടൈപ്പും ഇല്ല. ഈ ടൈപ്പ് ഞാൻ മെയിൻ വന്നത് ഇതിൻ്റെ ബോട്ടിൽ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. ഇത് ബോട്ടിൽ ഒന്നുകൂടെ വാങ്ങിച്ചു. പക്ഷേ ഈ ടൈപ്പ് ഭരണി വാങ്ങിക്കാനാണ് ഞാൻ വന്നപ്പോഴത്തേക്കിനും അതില്ല. അപ്പോൾ അവർ പറയുന്നത് ദീപാവലി സമയമായിരുന്നല്ലേ, അപ്പം
എല്ലാവരും വന്ന് ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. ഇനി അത് എന്ന് വരുമെന്നറിയത്തില്ല. അത് നല്ലൊരെണ്ണമായിരുന്നു. എനിക്ക് തൈരൊഴിച്ച് വെക്കാനായിട്ട് ഞാൻ വാങ്ങിക്കാൻ പോയതാണ്. ഞങ്ങൾ ചർച്ചിൽ നിന്ന് വന്ന സമയത്താണ് അവിടെ കയറിയത്. അതുകൊണ്ട് ഒരു 2 മണിയൊക്കെ 2:30 ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ആൾക്കാരധികം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അത് ഇച്ചിരി സ്ഥലമുള്ളൂ, നിന്ന് തിരിയാൻ സ്ഥലമില്ല. അല്ല, ഞങ്ങൾ ഇന്നാളിൽ പോയടനെ ഭയങ്കര റഷായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോകാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം നോക്കാമായിരുന്നു. എന്തോ കണ്ടാലും നമുക്ക് വാങ്ങിക്കണമെന്നാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഞാനിങ്ങനെ വരാതെല്ലാം ഒന്ന് വീണ്ടും പോയി നോക്കുക. റീച്ചാൻ പറഞ്ഞു, ബാ നീ എന്തോ നോക്കി നിൽക്കുക എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോയിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നു. അപ്പം എങ്ങനെയും ഈ പഴുത്ത് ഇത് നശിച്ച് പോകാതെ എന്തെങ്കിലും ചെയ്യണമല്ലേ. അപ്പം ഞാൻ എന്തോ ചെയ്തെന്നോ, ഇത് ഇങ്ങനെ ആരും ജീവിതത്തിൽ ചെയ്തിട്ടില്ലായിരിക്കും. ഇത്രയും പഴമൊക്കെ ചേർത്ത് അതിങ്ങനെ തൊലി ഇത്തിരി കറുത്തെങ്കിലും അകമൊന്നും അങ്ങനെ പന്നലായില്ല. ഞാനത് കുറേ പഴം അങ്ങ് അടിച്ചിങ്ങെടുത്ത്. പക്ഷേ ഇതിൽ ഞാൻ ഒട്ടും മധുരം ചേർത്തില്ല. ഈ പഴത്തിൻ്റെ മധുരം ഉള്ളായിരുന്നു. നല്ല മധുരമായിരുന്നു. പഴത്തിനൊന്നും ഒരു കണക്കില്ലായിരുന്നു. അതുപോലെ ഗോതമ്പ് പൊടിയാണ്, പഴവും ഗോതമ്പ് പൊടിയും മാത്രമേ ഉള്ളൂ. പക്ഷേ സൂപ്പർ സാധനമായിരുന്നു. പഴത്തിൻ്റേതായ ഒരു ടേസ്റ്റ് നന്നായിട്ട് എടുത്തറിയാനുണ്ട്. ഇവർ പഴം തിന്നാത്തൊരു ഇത് ചൂടോടായതുകൊണ്ട് കഴിച്ചു. അപ്പം ഞാൻ അത്രയും ആ പഴത്തിൻ്റെ അകത്ത് അതൊന്ന് ഇത്തിരി നമുക്കൊരു അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടുന്ന പരുവത്തൊരു മാവാവണം. അതിനനുസരിച്ച് ഞാൻ കുറേ മാവ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഞാൻ ചേർത്ത്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് ചേർത്തത്. അപ്പം ഞാൻ ചിന്തിച്ച് ഓയിലൊക്കെ ഒത്തിരി കുടിക്കുമായിരിക്കുമെന്ന്. ഞാൻ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്കും വിശ്വാസം വരും. അപ്പം ഞാൻ ആദ്യം കുറച്ച് പഴം ഇട്ടടിച്ചില്ലേ, വീണ്ടും ഞാൻ കുറച്ച് പഴം ഇടിച്ച്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയും ഇത് ഇടുന്നുണ്ടെങ്കിൽ അത് പൊട്ടി അങ്ങനെ പോകുമോ എന്നുള്ളത്. കാരണം ഗോതമ്പ് പൊടി മാത്രമല്ല, എൻ്റെ കയ്യിൽ റവ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി റവയും കൂടെ ചേർത്തേനെയായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു, പൊട്ടിയതും ഇല്ല, ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ബോണ്ട പോലെ റെഡിയായി കിട്ടി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പഴത്തിൻ്റേതായ ടേസ്റ്റ് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ആണെങ്കിൽ 1 2 പഴമല്ല ചേർക്കത്തുള്ളൂ, 3 അങ്ങനെ. ഇതാണെങ്കിൽ 3/4 പഴമാണ് ചേർത്തത്. കാരണം വേറെ മധുരം ഒന്നും ഞാൻ ചേർത്തില്ല. ഇതിനെന്നാൽ നല്ല ഇതിൻ്റേതായ രീതിയിൽ വേണ്ടിയ മധുരം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി 1 ടേബിൾ സ്പൂൺ കാണാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂണും എടുത്തില്ല, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇച്ചിരി വെള്ളത്തിലൊന്ന് കലക്കി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട്, പിന്നെ ഞാൻ കൈ കൊണ്ടാണ് നന്നായി മിക്സ് ചെയ്തത്. എന്നിട്ട് നമുക്കൊരു പരുവുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇത് ഇച്ചിരി ലൂസായിപ്പോയി. പിന്നെ ഞാനൊരു ഇച്ചിരിയും കൂടെ ഗോതമ്പ് പൊടി ഇട്ടൊന്ന് ടൈറ്റാക്കിയേ. ഞാനിത് കുഴച്ചിട്ടൊരു 5 മിനിറ്റ് വെച്ച്. ഇനി നമുക്കിത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കയ്യിൽ വേണമെങ്കിൽ ഒട്ടുന്നെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ട് ഇടാം, അല്ലെങ്കിൽ സ്പൂണിൽ കോരി ഒഴിക്കാം. ഇത്രയും പഴമൊന്നും ചേർത്ത് ആരും ഉണ്ടാക്കത്തില്ല. ഞാനപ്പം ഇനി നാണ്ട കുറേ ഇരിക്കുന്നു, അതൊന്ന് ചിലവാവട്ടെ. ഇപ്പം ജബർദസ്തി നിർബന്ധിച്ച് പോളിനെ 2 തീറ്റിച്ച്, മറ്റോ തിന്നില്ല. വേറെ കട്ട്ലൈറ്റ് തിന്നായിരുന്നു, അതുകൊണ്ടാണ് വിട്ടത്. എടാ പ്രൈസൻ, പഴം തരട്ടെ? ഒരെണ്ണം തരടാ. നല്ല ഇങ്ങനെയുള്ള ഉടുപ്പില്ല പോ. പറ പറ. നല്ല മധുരമല്ലേ ഇതൊന്നു? ഒരെണ്ണം കൂടെ തട്ടെ. പോ. ഞാൻ കയ്യിലൊരിച്ചിരി വെള്ളം പടച്ചിട്ടെ.
അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ ഒഴിച്ച ഓയിൽ. എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു ഇത്രയും പഴമൊക്കെ ചേർത്തത് കൊണ്ട് ഓയിൽ കുടിക്കുമോ എന്നുള്ളത്. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഓയിലൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഇത്തിരി വലിയതായിരുന്നു. കാരണം പിന്നെ ചെറുതാണ് ഉണ്ടാക്കിയത്. അത് വേവണ്ടേ, നന്നായിട്ട് അകമൊക്കെ വേവണ്ടേ. അത് ഇച്ചിരി ഒന്ന് ഞാൻ തീ ഒന്ന് കുറച്ചതിന് ശേഷമാണ് ഇട്ടത്. അത് ഇച്ചിരി അത് അടിയിൽ നിന്ന് ഇങ്ങനെ തന്നെ വിട്ടു വരും. നന്നായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം അതൊരു പഞ്ഞി പോലുള്ളതാണെന്ന്. അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഞാൻ ഒത്തിരി ഹൈ ഫ്ലെയിമിലല്ല വെച്ച, ഒരു മീഡിയം ഫ്ലെയിമിലാണ് പിന്നെ വെച്ചത്. ഞാൻ പറഞ്ഞതിൽ പുറം നന്നായിട്ട് കളർ വന്നാലും അകം വേവണമെന്ന്. ഞാൻ എന്നിട്ട് എടുത്തിട്ട് ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കി. എന്നിട്ട് നമുക്ക് മനസ്സിലാവും, മുറിച്ച് അകം വെന്തോന്ന് നമുക്ക് മനസ്സിലാവുമല്ലേ. അതനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുരിച്ചെടുക്കണേ. ഞാൻ ലാസ്റ്റ് ടൈം കടയിൽ പോയില്ലേ, ആ കടയിൽ പോയണേ ഒരരിപ്പ വാങ്ങിച്ചായിരുന്നു. ആ അരിപ്പയ്ക്കകത്താണ് ഞാൻ ഇട്ടതിപ്പം. ആദ്യം ഞാൻ 1-2 ട്രിപ്പ് ഇങ്ങനെ വലിയതായിട്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് ഞാൻ എടുത്ത് നിന്ന് നോക്കിയോണ്ടേ നമുക്കൊക്കെ ആ മധുരം മതി. പിന്നെ പിള്ളേർക്കായതുകൊണ്ട് ഞാൻ പിന്നെ ഇത്രയും ഉണ്ടാക്കിയിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തായിരുന്നു. അതാണ്ട് എണ്ണ കണ്ടോ, എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു എണ്ണ കുടിക്കുമെന്ന്. പക്ഷേ എണ്ണ വേണ്ട അതുപോലെ കുറച്ച് ചിലവായി. അപ്പം ഞാനിതൊന്ന് മുറിച്ചുകൂടെ കാണിക്കാമേ. നല്ല സോഫ്റ്റാണ്. പമ്പ് ഇവിടെ. അപ്പം പഴം തിന്നാത്തവരൊക്കെ ഇത് കഴിച്ചു. അപ്പം രാത്രി പിള്ളേർക്ക് നൂഡിൽസ് വാങ്ങിച്ച് എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതും തിന്നത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി പുട്ടുണ്ടാക്കി. അവന്മാർക്ക് വെളിയിൽ നിന്ന്, ബാക്കി എല്ലാവരും നൂഡിൽസാണ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.